നോമ്പ് കാലത്തെ 3 പ്രധാന തൂണുകളായ പ്രാർത്ഥന, ദാനധർമ്മം, ഉപവാസം എന്നിവ നമ്മുടെ ജീവിതത്തെ ഇന്നും രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ വലിയ നോമ്പിന്റെ 31-ാം ദിനത്തിൽ പാപവഴികൾ വെടിഞ്ഞ് ദൈവകൃപയിലേക്ക് പൂർണ്ണമായി മടങ്ങിവരാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ആത്മാവിനെ മലിനമാക്കുന്ന തിന്മയുടെ സ്വാധീനങ്ങളെ തിരിച്ചറിഞ്ഞ് അവയെ ഉപേക്ഷിക്കുമ്പോഴാണ് യഥാർത്ഥ അനുതാപം സംഭവിക്കുക. ക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളെ ധ്യാനിക്കുന്ന ഈ വേളയിൽ നമ്മുടെ ബലഹീനതകളെ അവിടുത്തെ കുരിശിന്റെ ചുവട്ടിൽ നമുക്ക് സമർപ്പിക്കാം. പാപത്തിന്റെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നടക്കാൻ തിരുസഭ നമ്മെ നിരന്തരം ഉദ്ബോധിപ്പിക്കുന്നു. ഓരോ കുമ്പസാരവും ഒരു പുതിയ ജനനമാണെന്നും മേലിൽ പാപം ചെയ്യുകയില്ല എന്നുമുള്ള ഉറച്ച തീരുമാനമാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ കരുത്ത്. ദൈവത്തിന്റെ അളവറ്റ കാരുണ്യം നമ്മെ വിശുദ്ധീകരണത്തിന്റെ പാതയിലേക്ക് നയിക്കുന്നു. ഈ നോമ്പുകാലം വെറുമൊരു അനുഷ്ഠാനമല്ല, മറിച്ച് ക്രിസ്തുവിനോടുള്ള നമ്മുടെ വിശ്വസ്തത പ്രഖ്യാപിക്കാനുള്ള ഒരു മനോഹരമായ സന്ദർഭവുമാണ്. അനുതാപത്തിന്റെ കണ്ണുനീരോടെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ അവിടുന്ന് നമ്മെ കുറ്റപ്പെടുത്താതെ ചേർത്ത് പിടിക്കുന്നു. തന്റെ പക്കൽ വന്ന പാപിനിയായ സ്ത്രീയോട് കർത്താവ് അരുളി ചെയ്ത യോഹന്നാൻ 8:11 എന്ന തിരുവചന ഭാഗം ഇന്നും നമ്മുടെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. ആ വചനം നൽകുന്ന പ്രത്യാശയിൽ പാപത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിയാൻ നമുക്ക് സാധിക്കണം. നോമ്പിന്റെ ഈ 31-ാം ദിനം നമ്മുടെ ആന്തരിക പരിവർത്തനത്തിന്റെ നാഴികക്കല്ലായി മാറട്ടെ. പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ പ്രാർത്ഥനയും വചന വായനയും നമുക്ക് കവചമായിരിക്കട്ടെ. മറ്റുള്ളവരോട് ക്ഷമിക്കാനും സ്നേഹത്തോടെ വർത്തിക്കാനും കഴിയുന്നത് ക്രിസ്തുവിന്റെ യഥാർത്ഥ അനുയായികളായി നാം മാറുന്നു എന്നുള്ളതിന്റെ സൂചനയാണ്. ലോകത്തിന്റെ മോഹങ്ങളെക്കാൾ ഉപരിയായി ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങളെ മുറുകെ പിടിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഈ പരിത്യാഗ പ്രവൃത്തികൾ വഴി നാം ഉദ്ധാനത്തിന്റെ മഹത്വത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ശുദ്ധമായ ഹൃദയത്തോടെ ഈസ്റ്റർ തിരുനാളിനായി നമുക്കൊരുങ്ങാം. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. ആമേൻ.